അപ്പം വേദിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഗൂഡല്ലൂർ താലൂക്കിൻ്റെ അജയ്യനായ പ്രസിഡന്റ് റഷീദ് സാഹിബ് ദേവർഷോല ആശംസ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നീലഗിരി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ യൂസഫ് ഹാജി, നീലഗിരി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി വി കെ ഹനീഫ സാഹിബ്, മുസ്ലിം ലീഗ് മാണവർ അണിயின் தேசிய துணைத் தலைவர், நாம் அனைவரும் ஆர்வத்துடன் எதிர்பார்த்து கொண்டிருக்கும் അമീൻ പുളിയൻകുടി സാഹിബ്, നീലഗിരി ജില്ലാ വനിതാ ലീഗിൻ്റെ കോർഡിനേറ്ററും ഈ പ്രദേശത്തെ കൗൺസിലറുമായ ഷക്കീല, മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർ, വാർഡ് കൗൺസിലറായിട്ടുള്ള റംഷീന ടീച്ചർ, നീലഗിരി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് മുജീബ് സാഹിബ് മക്കളിൽ, സെക്രട്ടറി ബഷീർ സാഹിബ്, ട്രഷറർ ഹാരിസ്, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഷാജി മാസ്റ്റർ കുറ്റിമൂച്ചി, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ സാഹിബ്, അതുപോലെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെയും STUവിൻ്റെയും KMCCയുടെയും വൈറ്റ് കാർഡിൻ്റെയും ഒക്കെ നേതാക്കളെ, സഹപ്രവർത്തകരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായത്തിലെ സഹോദര സുഹൃത്തുക്കൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പോഷക ഘടകങ്ങളുടെയും 1000 ഹൃദയംഗമായ സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ഒരു ചെറിയ സമയം മാത്രമേ ഉള്ളൂ. നാം ഒക്കെ വളരെ ആകാംക്ഷയോടൊരു പ്രതീക്ഷ കൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിൻ്റെ നായകൻ സയ്യിദുൽ ഉമ്മ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് നാം ഇരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടന സംബന്ധമായി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ഓർക്കപ്പെടേണ്ടതുണ്ട്. ഒരു ഓഫീസ് എന്ന് പറയുന്നത് ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടിയാവട്ടെ അല്ലെങ്കിൽ ഒരു സംഘടനയാവട്ടെ, ആ ഓഫീസ് കൊണ്ട് ആ സംഘടനകളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അവ സ്വാഭാവികമായിട്ടും തൻ്റെ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കാം, അത് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം, അതിനിപ്പോൾ ഉതകുന്ന രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, പരിപാടികൾ ആവിഷ്കരിക്കാനാണ് ഓരോ രാഷ്ട്രീയ സംഘടനകളും അല്ലെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും തൻ്റെ ഓഫീസ് തുറക്കുന്നത്, പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് കേവലം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യമെന്ത്, ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സേവിക്കുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. ഒരു രാജ്യത്തെ സേവിക്കുന്നവൻ രാഷ്ട്രീയക്കാരൻ. രാജ്യം എന്ന് പറയുന്നത്, ആ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 145 കോടി ജനത. ആ 145 കോടി ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി. ഇന്ത്യയിൽ 145 കോടി ജനത ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന രാജ്യം ഒന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അതൊരു വേസ്റ്റ് ലാൻഡായിട്ട് മാറപ്പെടുമായിരുന്നു. 145 കോടി ജനത ഈ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഒരു ഇന്ത്യയായി മാറുന്നത്. ആ ഇന്ത്യയെ സേവിക്കുന്നവൻ, ഈ രാജ്യത്തെ 145 കോടി ജനതയെ സേവിക്കുന്നവൻ, അവൻ രാഷ്ട്രീയക്കാരൻ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയും 1948 മാർച്ച് 10 കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്നത്തെ രാജാജി ഹാളിൽ എന്ന് പറയുന്ന ബ്രാൻഡഡ് ഹാളിൽ വെച്ചിട്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുക്കപ്പെടുമ്പോൾ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയെ രൂപീകരിക്കുമ്പോൾ കായിദെ മില്ലത്ത് കണ്ട വിഭാവനവും ഈ രാജ്യത്തെ സേവിക്കുക എന്നുള്ളതാ, ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാ. രാജ്യത്തെ സേവിക്കാൻ ഒരു സംഘടനക്ക്, ഒരു പാർട്ടിക്ക് അധികാരം അനിവാര്യമാണ് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ ഒരു ബോധമായി കരുതുമ്പോഴാണ് അതിൽ വിഭിന്നമായിട്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന, മുസ്ലിം ലീഗിന് രാജ്യത്തെ സേവിക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ അധികാരം ഒരു മാനദണ്ഡമല്ല എന്ന് പ്രവർത്തനയിലൂടെ തെളിയിച്ച ഒരു രാഷ്ട്രീയ സംഘടന ഇന്ത്യയുടെ ഭൂമികയിലുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാ. മറ്റൊരു രാഷ്ട്രീയ സംഘടനക്ക് മുസ്ലിം ലീഗിനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആലോചിച്ച് നോക്കുക. നാം മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, സമയം പരിമിതമാണ്. കാരണം നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ കാരുണ്യ പ്രവർത്തനം
ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് സാധിക്കാത്ത രൂപത്തിൽ 10,000-കണക്കിന് ബൈത്തുറഹ്മകൾ നിർമ്മിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിം ലീഗുകാരൻ നോക്കിയിട്ടല്ല കൊടുത്തത്. മുസ്ലിം ലീഗ് അർഹതപ്പെട്ടവനാണ് മുസ്ലിം ലീഗ് കൊടുത്തത്. അവിടെ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ഭാഷ നോക്കിയിട്ടില്ല, അവന്റെ വർണ്ണവും നോക്കിയിട്ടില്ല. അർഹതപ്പെട്ടവൻ ആര്, അവന് കൊടുക്കാൻ ബൈത്തുറഹ്മകളുടെ പിതാവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മുസ്ലിം ലീഗ് കൊടുത്തത് ബൈത്തുറഹ്മകൾ നിർമ്മിച്ചു കൊടുത്തതാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് CH സെന്റർ, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് ദളപതി മുക സ്റ്റാലിൻ അവർ முதலமைச்சர் ഒരു திட்டத்தை அறிவிக்கப்பட்டது. வீடு தேடி மருத்துவம் என்ற திட்டத்தை தளபதியால் அவர்கள் இங்கே அறிவிக்கப்பட்டிருந்தால், முஸ்லிம் லீக், இந்த நீலகிரி மாவட்ட முஸ்லிம் லீக் அறிவிக்கப்பட்டது வீடு தேடி சிகிச்சை அளிக்கக்கூடிய ஒரு அமைப்பு இந்தியாவில் இருக்கக்கூடிய இருந்தால் அதன் பெயர் இந்தியன் யூனியன் முஸ்லிம் லீக் என்றுதான். ഒരു വീട് തേടി ചികിത്സ 700ഓളം രോഗികളെ ഇന്നും ദിനം പ്രതി പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നീലഗിരിയുടെ മടിത്തട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുക്കപ്പെടുന്ന ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി മുസ്ലിം ലീഗ് കൊടുക്കുക. മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ഞാൻ സമയം ദൗർലഭ്യം കൊണ്ട് പറയാ. ഇതൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം KMCCയുടെ ബസ് സ്റ്റാൻഡ് കുറച്ചപ്പുറത്ത് പോയാൽ ഈ ഫസ്റ്റ് മൈൽ KMCC കൊടുക്കപ്പെടുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പറഞ്ഞില്ലേ, വൈറ്റിക്കാട് എന്ന് പറയുന്ന ചൂരൽമലയിൽ അവർ ചെയ്ത സേവനങ്ങൾ മാത്രമല്ല, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ആദ്യം അവിടെ എത്തിപ്പെട്ടത് നീലഗിരി ജില്ലാ മുസ്ലിം ലീഗ് രൂപം കൊടുക്കുന്ന STCHന്റെ വളണ്ടിയർമാര്, സിസ്റ്റർമാരാണ് മുണ്ടക്കയിൽ ആദ്യം എത്തപ്പെട്ടത്. കുത്തിയൊളിക്കുന്ന പുഴ കിടക്കുന്ന അരികിലൂടെ ഒരു റോപ്പിലേക്ക് അപ്പുറത്ത് പോയത് മുസ്ലിം ലീഗിന്റെ STCHന്റെ സിസ്റ്റർ സബീന സിസ്റ്റർ ആണ് എങ്കിൽ, തൊട്ടപ്പുറത്ത് രണ്ടാമത് പോയത് നീലഗിരി ജില്ലാ മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി STCHന്റെ ജനറൽ സെക്രട്ടറി നൗഫൽ പാതാരിയാണ് പോയിട്ടുള്ളൂ എങ്കിൽ, അവിടെ ജീവൻ പോലും പണിയപ്പെടുത്തിയിട്ട് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പോകുന്നുണ്ട് എങ്കിൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥമായ ധർമ്മം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗ് തന്നെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നിമിത്തോളം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദുൽ ഉമ്മ നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേരാൻ പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊന്ന് ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. മുസ്ലിം ലീഗിന്റെ STCHന്റെ വാഹനം ഇവിടുത്തെ കിടക്കുമ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഏത് സമയത്തും നിങ്ങൾക്കൊരു അത്താണിയായിട്ട്, ഒരു വിളിപ്പാടകലയായിട്ട് ഒരു ആംബുലൻസ് ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രത്യേക ക്ഷണിതമായിട്ടുള്ള നാസർ ഹാജിയുടെയൊക്കെ ഫാമിലിയുടെ വകയായിട്ടുള്ള ഒരു ആംബുലൻസ് സമർപ്പിക്കപ്പെടാൻ പോകുമ്പോൾ അത്തരം ഒരു വേദിയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന് ആര് തന്നെ വിലങ്ങ് നിന്നാലും ശരി, മുസ്ലിം ലീഗിന്റെ വേദിക്ക് ആര് തടസ്സം നിന്നാലും ശരി, പ്രതികാര മനോഭാവം എന്നുള്ളത് കായികമില്ലത്തിന്റെ മക്കൾക്കറിയില്ല, ഞങ്ങൾക്കതറിയില്ല. ഞങ്ങൾക്ക് സേവനത്തിന്റെ പാതയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പഠിപ്പിച്ചത്. 1000 കല്ലുകൾ നിങ്ങൾ തൂക്കിയെറിഞ്ഞാലും ഒരു പൂമാലയായിട്ട്, ഒരു സേവകനായിട്ട് ഈ ജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞ് എനിക്ക് അവസരം നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. மேடையில் தனது முத்துப்பவிய சொற்களால் பார்வையாளர்களை சிந்திக்கவும் சிலிர்க்கவும் வைக்கும் இந்தியன் யூனியன் முஸ்லிம் லீகின் சிறப்பு சொற்பொழிவாளரும் MS